Everstrong Learning. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എവിസ്ട്രോൺ ലേണിംഗ്. 2ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് എടുക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠം ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 എ പീസ് ഓഫ് കേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ നെയിം. ഒരു കേക്കിൻ്റെ കഷ്ണം. ഇതൊരു എലിഫൻസിൻ്റെ സ്റ്റോറിയാണ്. ഒരു മദർ എലിഫൻസ്, അവരുടെ ചിൽഡ്രൻ ആൻഡ് ഫാദർ എലിഫൻറ്റ്. സോ പാഠത്തിൻ്റെ പേരെന്താണ്? എ പീസ് ഓഫ് കേക്ക് എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടങ്ങാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു മദർ എലിഫൻറ്റും അവരുടെ ചിൽഡ്രനെയും ഇവിടെ കാണാൻ കഴിയും. ഐ ആം വെരി ഫാറ്റ് എന്നാരും പറയുന്നു? നമ്മുടെ മദർ എലിഫൻ്റ് പറയാണ്. അപ്പോൾ ഓ യു ആർ നോട്ട് ടു ഫാറ്റ് എന്ന് മദറിൻ്റെ ഒരു കുട്ടി പറയാണ്, കുട്ടി എലിഫൻറ്റ്. അടുത്ത കുഞ്ഞ് എലിഫൻറ്റ് പറയാണ്, ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. നോക്കൂ, മമ്മിക്ക് ഒരു വലിയ ഫാറ്റായിട്ടുള്ള ബെല്ലിയാണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ച വയർ, നല്ല വയറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ എലിഫൻസ് അല്ലേ കുട്ടികളെ? അപ്പോൾ എലിഫൻസ് ആയതിനെ കൊണ്ട് ഇവർക്ക് സാധാരണ ഉള്ള ആ പ്രകൃതമുള്ള തടിയാണ് അല്ലേ? അത് കുറയ്ക്കണം എന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് നേരെ ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. ഓക്കെ, മാം യു ആർ സ്ട്രോങ് എന്ന് ആര് പറയുന്നു? ഒരു ബേബി എലിഫൻറ്റ് പറയുന്നു. അപ്പോൾ അടുത്ത ആൾ ബേബി പറയുന്നു, യു ആർ ക്യൂട്ട് ടു, നിങ്ങൾ ക്യൂട്ടും ആണ് എന്ന് അടുത്ത ബേബി എലിഫൻറ്റ് പറയുന്നു. ചെറിയ എലിഫൻസ് ആണ് കേട്ടോ ഇവർ. ഈ അമ്മ എലിഫൻറ്റിൻ്റെ മക്കളാണ് ഇവരൊക്കെ. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് മാം? ആസ്ക് ലൂക്ക് ചോദിച്ചു. വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർകെയിൻ. ഇന്ന് നിങ്ങൾക്കായി ഞാൻ കോക്കനട്ട് ഇളനീർ, പിന്നെ ഷുഗർകെയിൻ എന്നാണ് ഇവിടെ പറയുന്നത്. കോക്കനട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇളനീരാണ്, പിന്നെ പറയുന്നത് ഇളനീരാണ്. ഷുഗർകെയിൻ എന്ന് പറഞ്ഞാൽ കരിമ്പ്, അതാണ് ഷുഗർകെയിൻ. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇന്നു മുതൽ കേക്കുമില്ല ബിസ്ക്കറ്റുമില്ല. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്, ഇന്നു മുതൽ കേക്കുമില്ല ബിസ്ക്കറ്റുമില്ല ഇന്നു മുതൽ. സെറ്റ് മദർ എലിഫൻറ്റ് പറഞ്ഞു. ബട്ട് വൈ, എന്തുകൊണ്ട്? ബേബി എലിഫൻറ്റ് ആസ്ക്ഡ് സാഡ്ലി. എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറയുന്നത് എന്ന് ആര് ചോദിച്ചു? നമ്മുടെ ബേബി എലിഫൻറ്റ് ചോദിച്ചു. വി ആർ ഓൾ ഫാറ്റ്, നമ്മളെല്ലാവരും തടിച്ചിട്ടാണ്. വി ഹാവ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ, നമുക്ക് കുറച്ച് കഴിക്കുകയും നല്ലവണ്ണം പണിയെടുക്കുകയും വേണമെന്ന് അമ്മ പറഞ്ഞു. കാര്യം എന്താണ്? ഇവരെല്ലാവരും തടിച്ചിട്ടാണെന്നാണ് അമ്മ പറയുന്നത്. മാം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? അമ്മേ, ഞങ്ങൾക്ക് TV കാണാൻ പറ്റുമോ? ആസ്ക്ഡ് ബ്രൗൺ ദ എൽഡസ്റ്റ്, മൂത്ത ആനക്കുട്ടിയായിട്ടുള്ള ബ്രൗൺ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് TV കാണാൻ പറ്റുമെന്ന്. ആരോട്? അവരുടെ മാമിനോട്. നോ ടൈം ഡിയേഴ്സ്, പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ. സമയമല്ല മക്കളെ, നിങ്ങളുടെ ബാഗ് താഴെ വെച്ച് എന്നെ ഫോളോ ചെയ്യൂ. വി ആർ ഗോയിങ് ഫോർ എ റൺ, നമ്മൾ ഓടാൻ പോവുകയാണ്. ലുക്ക് വി ആർ ഗെറ്റിംഗ് പ്രറ്റി ഹെവി, നമ്മൾ തടിക്കുകയാണ്, നമ്മൾ നല്ലോണം കനം കൂടുന്നുണ്ട്. സെറ്റ് ദ മദർ എലിഫൻറ്റ് പറഞ്ഞു. ദേ വെൻറ്റ് ഫോർ എ ജോഗ്, അവർ ജോഗിങ്ങിന് വേണ്ടി പോയി, ഓടാൻ പോയി. ഓക്കെ, ഈസ് ടീ റെഡി മാം? ടീ റെഡി ആയോ? ആര് ചോദിച്ചു? ഡെല്ല ചോദിച്ചു. നോ ടീ ടുഡേ, ടീ ഇല്ല. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്. ബിറ്റർ ഗോഡ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പാവയ്ക്കയുടെ ജ്യൂസ് ഇല്ലേ, വെജിറ്റബിളാണ്. ഒരു പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ, ഇതിൻ്റെ
ജ്യൂസിനാണ് ബിറ്റർ ഗോഡ് ജ്യൂസ് എന്ന് പറയുന്നത്, ഗോഡ് ജ്യൂസ് എന്ന് പറയുന്നത്. സെഡ് ദ മാം. അമ്മ പറഞ്ഞു, ഓ മൈ ഗോഡ്. ഡെല്ല പുട്ട് ഹർ ഹാൻഡ്സ് ഓൺ ഹർ ഹെഡ്. ഡെല്ല അവിടെ ഹാൻഡ്സ് അവരുടെ തലയിൽ വെച്ചു. ഓളിങ്ങനെ ഡെല്ല ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നു. വാട്ട് ഈസ് റോങ് വിത്ത് മാം? അമ്മയ്ക്ക് എന്ത് പറ്റി? ആസ്ക് ദ ബേബി എലിഫൻറ്റ്. കുഞ്ഞ് എലിഫൻറ്റ് ചോദിച്ചു, ബേബി ആയിട്ടുള്ള ആനക്കുട്ടി ചോദിച്ചു. ലേറ്റ് ഇൻ ഈവനിങ് ഫാദർ എലിഫൻറ്റ് കെയിം ഹോം. അച്ഛൻ ആന വീട്ടിലെത്തി. കെയിം ഹോം ആഫ്റ്റർ വർക്കിന് ശേഷം. ഹീ സ്വിച്ച്ഡ് ഓഫ് ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ സോഫ. അദ്ദേഹം TV ഓൺ ചെയ്ത് സോഫയിലിരുന്നു. നോ ഡിയർ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ TV. പ്ലീസ് സ്വിച്ച് ഓഫ് ദ TV എന്ന് ആര് പറഞ്ഞു? മദർ എലിഫൻറ്റ് ഫാദർ എലിഫൻറ്റിനോട് പറഞ്ഞു. വൈ ആസ്ക് ദ ഫാദർ എലിഫൻറ്റ്. ഫാദർ എലിഫൻറ്റ് മദർ എലിഫൻറ്റിനോട് ചോദിച്ചു, എന്തുകൊണ്ട്? ഫോർ ബിക്കമിങ് തിന്നർ, ഷീ റിപ്ലൈഡ്. തിന്നറാവാൻ വേണ്ടിയാണ് ഇന്ന് ആര് പറഞ്ഞു? മദർ എലിഫൻറ്റിനോട്. തിന്നർ എന്ന് പറഞ്ഞാൽ മെലിയാൻ, തിന്ന്. ഓക്കെ. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസ്. ഫാമിലി കുറേ എക്സസൈസ് ചെയ്തു. സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റപ്പ്, സൈക്ലിങ്, ഇങ്ങനെ പലതരത്തിലുള്ള എക്സസൈസാണ് അവർ ചെയ്തത്. എവറി വൺ ഗോട്ട് ടയർഡ്. എല്ലാവരും ക്ഷീണിതന്മാരായി. ബട്ട് ദർ വാസ് നോ തിന്നിങ്. പക്ഷേ ആരും മെലിയുന്നുണ്ടായിരുന്നില്ല. ദിസ് വിൽ നോട്ട് വർക്ക്. ഇത് വർക്കാവില്ല. വി കനോട്ട് ബി തിന്നർ. നമുക്ക് മെലിയാൻ സാധിക്കില്ല. എലിഫൻറ്റ്സ് ആർ ഓൾവേസ് ഫാൻസ്. ആനകൾ എപ്പോഴും തടിച്ചിട്ടായിരിക്കും. സെഡ് ലൂക്ക് പറഞ്ഞു. നോ നോ, വി മസ്റ്റ് ട്രൈ ഹാർഡർ, സെഡ് ദ മദർ എലിഫൻറ്റ്. മദർ എലിഫൻറ്റ് പറഞ്ഞു, നമ്മൾ ഇനിയും ട്രൈ ചെയ്തേ പറ്റൂ. ഷീ വൈപ്ഡ് ഹർ സ്വെറ്റ് വിത്ത് എ ടവൽ. ഓർ സ്വെറ്റ് കൊണ്ട് അവളുടെ ടവൽ വെച്ച് തുടച്ചു. വേർപ്പ് ഒരു ടവൽ ഉപയോഗിച്ച് മദർ എലിഫൻറ്റ് തുടച്ചു എന്നാണ് പറഞ്ഞത്. ദ ഡോർ ബെൽ റാങ്. ഡോറിൻ്റെ ബെല്ല് ആരോ അടിച്ചു. വീടിൻ്റെ ഡോറിൻ്റെ ബെല്ല് ആരോ അടിച്ചു. ദ മദർ എലിഫൻറ്റ് ഓപ്പൺ ദ ഡോർ. മദർ എലിഫൻറ്റ് ആ ഡോർ തുറന്നു. ഹിയർ ഇസ് എ പാർസൽ ഫോർ യു. ഇതാ നിങ്ങൾക്ക് ഒരു പാർസലുണ്ട്. ദ എലിഫൻറ്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. ഒരു എലിഫൻറ്റ് ഡോറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ അയച്ച പാർസലായിരുന്നു. വാട്ട് ഈസ് ഇൻസൈഡ്? അതിൻ്റെ ഉള്ളിൽ എന്താണ്? എവരി വൺ സ്റ്റേർഡ് അറ്റ് ദ ബോക്സ്. ദ ഫാദർ ഓപ്പൺ ദ പാർസൽ. എല്ലാവരും ആ ബോക്സിൽ തന്നെ ശ്രദ്ധന്മാരായി. ഫാദർ ആ ബോക്സ് തുറന്നു. ഓ എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ് വിത്ത് ജോയ്. ചിൽഡ്രൻസ് ഡാൻസ്. സന്തോഷന്മാരായിക്കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് വെച്ചാൽ സന്തോഷന്മാരായി തുള്ളിച്ചാടി എന്നാണ് പറയുന്നത്. വാട്ട് എ സ്വീറ്റ് സ്മെൽ. എന്ത് സ്വീറ്റ് സ്മെൽ, നല്ല മണം. ലൂക്ക് ടച്ച് ദ കേക്ക്. ലൂക്ക് അടക്കി തൊട്ടു വിത്ത് ഹിസ് ട്രങ്ക്. തുമ്പിക്കൈ കൊണ്ട് കേക്ക് തൊട്ടു. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ. അതിൻ്റെ കളർ നോക്കൂ. ഡെല്ല സെഡ്. ഡെല്ല പറഞ്ഞു. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്. അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് ഉണ്ട്. ബ്രൗൺ ആഡഡ്. മാം പ്ലീസ് കട്ട് ഇറ്റ്. മാം അമ്മ ഇതൊന്ന് മുറിക്കൂ. ഐ വാണ്ട് കേക്ക് നൗ. എനിക്ക് കേക്ക് വേണം. ദ ബേബി എലിഫൻറ്റ് ക്രൈഡ്. കുഞ്ഞ് എലിഫൻറ്റ് പറഞ്ഞു. മദർ കെയിം നിയർ. ഷീ സ്മെൽഡ് ദ കേക്ക്. മദർ ആ കേക്ക് മണത്തു. ഇറ്റ്സ് യമ്മി ബട്ട് എവരിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. നമ്മളിത് കഴിക്കില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റ്. നമുക്കിത് ഗസ്റ്റിന് വേണ്ടി വെക്കാം. ദ മദർ സെഡ്. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ മദർ ആ കേക്ക് വെച്ചു. ആഫ്റ്റർ സപ്പർ ഓൾ വെൻ ടു ബെഡ്. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റേഴ്സ്. എപ്പോഴാണ് ഗസ്റ്റ് വരിക? ബേബി എലിഫൻറ്റ് ചോദിച്ചു. വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്? എന്തിനാണ് നിങ്ങൾക്ക് ഗസ്റ്റിനെ ഉണ്ട്? ബ്രൗൺ ചോദിച്ചു. മാം വിൽ കട്ട് ദ കേക്ക് ദെൻ, സെഡ് ദ ബേബി എലിഫൻറ്റ്. എന്നാലേ അമ്മ കേക്ക് മുറിക്കൂ. ഇറ്റ്സ് എ സ്പോഞ്ച് കേക്ക്. അതൊരു സ്പോഞ്ച് കേക്ക് അല്ല, ലൂക്ക് പറഞ്ഞു. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ വെച്ചിട്ടാണ് ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത്. ഡെല്ല ലിക്ഡ് ഹർ ലിപ്സ്. എവരി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്. ഇവരെല്ലാവരും നല്ല ആ കേക്കിനെ പറ്റി ആലോചിച്ച് വളരെ ഓർത്ത് ഇങ്ങനെ ഇരുന്നു. ദേ കുഡിൻ സ്ലീപ്പ്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആ കേക്കിനെ പറ്റി ആലോചിച്ചിട്ട്. ദ മദർ എലിഫൻറ്റ് ടു വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. മദർ എലിഫൻറ്റിനും ആ കേക്ക് കഴിക്കണം എന്നുണ്ട്. അറ്റ് മിഡ് നൈറ്റ് ഷീ ഗോട്ട് അപ്പ്. അവരെണീച്ചു.
ഓൾ ആർ സ്ലീപ്പിംഗ്. എല്ലാവരും ഉറങ്ങായിരുന്നു. ഷീ തോട്ട് ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. സ്ലോലി ഷീ ഓപ്പൺ ദ ഫ്രിഡ്ജ് ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. ഓ വാട്ട് എ സ്വീറ്റ് സ്മെൽ. അങ്ങനെ മദർ എലിഫൻ്റ് ആരും കാണാതെ എണീച്ച് പോയി ഫ്രിഡ്ജിൻ്റെ ഡോറ് പോയി തുറന്നു. എന്ത് നല്ല മണം. ഷീ ക്ലോസ്ഡ് ഹർ ഐസ് ആൻഡ് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദ കേക്ക്. അവൾ മദർ എലിഫൻ്റ് കണ്ണടച്ചുകൊണ്ട് ആ കേക്കിൻ്റെ മണം ആസ്വദിച്ചു. ഹർ മൗത്ത് വാട്ടേഡ്. മദർ എലിഫൻ്റെ മൗത്ത് വെള്ളം കൊണ്ട് വെള്ളം നിറഞ്ഞു, വായിൽ വെള്ളം നിറഞ്ഞു. ദ മദർ ഓപ്പൺ ദ പാക്കറ്റ്. മദർ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദർ വാസ് ഓൺലി 1 piece ലെഫ്റ്റ്. ഒരു പീസ് മാത്രമേ അവിടെ ബാക്കിയുണ്ട്. വേറെ ആർ ദ അതർ പീസസ്. ബാക്കിയുള്ള പീസസ് കേടെ. ഹൂ എയ്റ്റ് ദം? ആര് കഴിച്ചു? എനി വൺ? ഐ വിൽ ഈറ്റ് ദിസ്. ഞാനിത് കഴിക്കും. ഷീ ടുക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്. ഗോട്ട് യു. സഡൻലി ഷീ ഹേർഡ് എ വോയിസ്. അങ്ങനെ ഒരു വോയിസ് മദർ എലിഫൻ്റ് കേട്ടു. The mother elephant turned the light on. The father and the kids were under the table. They were all eating the cake. അവരെല്ലാവരും കേക്ക് കഴിക്കായിരുന്നു. You all here. I came to catch the thieves, the mother said with shy smile. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ, ഞാനിവിടെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന് ആര് പറഞ്ഞു? മദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. We caught the thief. But ഞങ്ങൾ തീഫിനെ പിടിച്ചു. ഡെല്ല laughed aloud. ഡെല്ല ഉറക്കെ ചിരിച്ചു. മദർ ate the last piece of cake with a smile. അവസാനത്തെ പീസും മദർ കഴിച്ചു. Mom, don't you want to be thin? നിങ്ങൾക്ക് മെലിയണ്ടേ? asked the baby elephant. Yes, of course, we will eat cakes today. നമ്മൾ ഇന്ന് കേക്ക് കഴിയും. And tomorrow we will work out even harder. നമ്മൾ നാളെ പിന്നെയും വർക്കൗട്ട് ചെയ്യും. മദർ said, cake is secret of my energy. കേക്കാണ് എനർജിയുടെ സീക്രട്ട്, said the baby elephant. ബേബി എലിഫൻ്റ് അങ്ങനെ പറഞ്ഞു. Everyone laughed and went to bed. എല്ലാവരും ചിരിച്ചുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പം നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? എത്ര ശ്രമിച്ചാലും അവരുടെ തടി മെലിയുന്നില്ല. കാര്യം എന്താണ്? ആനകളുടെ പ്രകൃതം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ തടി മെലിയാത്തത്. അപ്പം ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും bye from Evistron Learning.